ഹലോ ഹായ് എല്ലാവർക്കും ലേനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രിതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിലെ ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡെയിലി നമ്മുടെ ഈ ചാനൽ അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ഈ ചാനൽ വഴി കിട്ടും. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതിൽ നമ്മൾ IOCL എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ 246 നോൺ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളുടെ ഒഴിവുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മാർക്കറ്റിംഗ് ഡിവിഷന് കീഴിൽ വിവിധ റീജിയനുകളിൽ ജൂനിയർ ഓപ്പറേറ്റർ, ജൂനിയർ അറ്റൻഡർ, ജൂനിയർ ബിസിനസ് അസിസ്റ്റന്റ് തസ്തികകളിൽ 246 ഒഴിവാണുള്ളത്. കേരളം ഉൾപ്പെടുന്ന സത്തേൺ റീജിയനിൽ 13 ഒഴിവുണ്ട് കേട്ടോ. കേരളത്തിൽ എത്രയുണ്ട്? 13 ഒഴിവുണ്ട്. ഓൺലൈൻ അപേക്ഷ ഫെബ്രുവരി 23 വരെയാണ്. ശ്രദ്ധിക്കുക, ഫെബ്രുവരി 23 വരെയാണ് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് പറ്റുക. ജൂനിയർ ഓപ്പറേറ്റർ തസ്തികയിൽ ഓപ്പൺ റിക്രൂട്ട്മെന്റിനും ജൂനിയർ അറ്റൻഡന്റ്, ജൂനിയർ ബിസിനസ് അസിസ്റ്റന്റ് തസ്തികകളിൽ ഭിന്നശേഷിക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിനാണ് അവസരം ഉണ്ടായിരിക്കുക. ഓക്കെ, അതിൻ്റെ ഏജ് എന്ന് പറയുന്നത് മിനിമം ഏജ് 18 വയസ്സാണ്, മാക്സിമം 26. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 26 ആണ്. ഏജ് റിലാക്സേഷൻ ഉണ്ട് ആസ് പെർ ഇന്ത്യൻ ഓയിൽ IOCL നോൺ എക്സിക്യൂട്ടീവ് പേഴ്സൺ ഇൻ മാർക്കറ്റിംഗ് ഡിവിഷൻ 2025 റിക്രൂട്ട്മെന്റ് റൂൾസ് ബേസിസിൽ ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ ഒഴിവ് യോഗ്യതകൾ നോക്കാം. നമുക്ക് പോസ്റ്റ് നെയിം എന്ന് പറയുന്നത് ജൂനിയർ ഓപ്പറേറ്റർ ഗ്രേഡ് 1 ആണ്. വാക്കൻസീസ് 215 ആണ്. നമ്മൾ പറഞ്ഞോളൂ 246 ആണ് നോൺ എക്സിക്യൂട്ടീവ് പൊസിഷനിലെ വാക്കൻസീസ് എന്ന് പറയുന്നത്. ആ 246 എന്ന് പറയുന്നത് 3 വിഭാഗങ്ങളിലായിട്ടാണ്. ആദ്യത്തെ ജൂനിയർ ഓപ്പറേറ്റർ ഗ്രേഡ് 1 ആണ്. അതിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത് അല്ലെ. 215 വേക്കൻസീസ് ആണുള്ളത്. അതിലെന്താണ്? IOCL ടെക്നിക്കൽ ആൻഡ് ട്രേഡ് ആൻഡ് ഗ്രാജുവേറ്റ് അപ്രന്റീസ് എലിജിബിലിറ്റി എന്താണ്? ക്ലാസ് 10th മെട്രിക് വിത്ത് ITI സർട്ടിഫിക്കറ്റ് ഇലക്ട്രോണിക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് കെമിക്കൽ പ്ലാന്റ്, ഇലക്ട്രീഷ്യൻ, മെക്കാനിസ്റ്റ്, ഫിറ്റർ, മെക്കാനിക് കം ഓപ്പറേറ്റർ, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, വയർമാൻ, മെക്കാനിക്കൽ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് ESM. ഇത്ര കാര്യങ്ങളാണ് പറയുന്നത്. അതായത് 10th ക്ലാസ് ജയിച്ചിരിക്കണം അല്ലേ. ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, മെഷീനിസ്റ്റ്, ഫിറ്റർ, മെക്കാനിക് കം ഓപ്പറേറ്റർ, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, വയർമാൻ, മെക്കാനിക് ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് ESM ട്രേഡിൽ ITI 1 വർഷ പരിചയമാണ് ഇതിൽ വേണ്ടത്. ഇതിൽ സാലറി എന്ന് പറയുന്നത് 23,000 to 78,000 വരെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് 23 ഒഴിവുള്ള ജൂനിയർ അറ്റൻഡന്റ് പൊസിഷനാണ്. അതിൽ +2 ആണ് പറയുന്നത്. ഇന്റർമീഡിയറ്റ് എക്സാം ഫ്രം എനി റെക്കഗ്നൈസ്ഡ് ബോർഡ് ഇൻ ഇന്ത്യ അല്ലെ. അതിലും സാലറി വന്നിട്ട് 23,000 to 78,000 തന്നെയാണ്. അടുത്തത് ജൂനിയർ ബിസിനസ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണ്. അതിലെത്രയാണ്? 8 വേക്കൻസീസ് ആണുള്ളത്. അതിലുള്ള പറയുന്നത് എന്തൊക്കെയാണ്? ബാച്ചിലർ ഡിഗ്രി ഇൻ എനി സ്ട്രീം ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ, MS വേർഡ്, എക്സൽ ആൻഡ് പവർ പോയിന്റ് നോളജ്, 1 year എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. മോർ എലിജിബിലിറ്റി ഡീറ്റെയിൽസ് റീഡ് ദ നോട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബിരുദം വേണം, MS ഓഫീസർ വേണം, ടൈപ്പിംഗ് പ്രാവീണ്യം വേണം, 1 വർഷ പരിചയം വേണം അല്ലേ. ഇതിൽ സാലറി വന്നിട്ട് 25,000 തൊട്ട് 1,05,000 വരെയാണ് ഇതിൽ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏജ് ലിമിറ്റ് പറഞ്ഞല്ലോ 18 to 26 ആണ്. ഇനി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.iocl.com എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയും. ബാക്കി എല്ലാ വിവരങ്ങളും നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, NTPCയിൽ 475 എക്സിക്യൂട്ടീവ് ട്രെയിനിയുടെ ഒഴിവ് വന്നിട്ടുണ്ട്. അതിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2024 മുഖേന അവസാന തീയതി ഫെബ്രുവരി 13 അതായത് ന്യൂഡൽഹി NTPC ലിമിറ്റഡിന് കീഴിൽ 475 എഞ്ചിനീയറിംഗ് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ഒഴിവ് വന്നിട്ടുണ്ട്. 1 വർഷ പരിശീലനമാണുള്ളത്. തുടർന്ന് നിയമനം. തെരഞ്ഞെടുപ്പ് ഗേറ്റ് 2024 മുഖേനയാണ്. ഫെബ്രുവരി 13 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് മെക്കാനിക്കലിന് 180, ഇലക്ട്രിക്കൽ 135, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ 85, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ 85, സിവിൽ 50, മൈനിങ് 25. ഇങ്ങനെയാണ് ആ ഒഴിവുകൾ എന്ന് പറയുന്നത്. ഇനി അതിലെ പ്രധാന വിഭാഗങ്ങളും അപേക്ഷിക്കാവുന്ന അനുബന്ധ വിഭാഗങ്ങളും എന്ന് പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ നമുക്ക് ഇലക്ട്രിക്കൽ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ, പവർ സിസ്റ്റംസ് ആൻഡ് ഹൈ വോൾട്ടേജ്, പവർ ഇലക്ട്രോണിക്സ്, പവർ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കൊക്കെ നമുക്ക് ഇലക്ട്രിക്കൽ ബേസിൽ അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് മെക്കാനിക്കൽ ആണ്. മെക്കാനിക്കൽ എന്ന് പറയാം മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, തെർമൽ മെക്കാനിക് ആൻഡ് ഓട്ടോമേഷൻ, പവർ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും ഏതിന് അപേക്ഷിക്കാം? മെക്കാനിക്കലിന് അപേക്ഷിക്കാം. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഉള്ളവർക്കും സാധാ ബേസിക് ഇലക്ട്രോണിക്സ് ആയാലും കുഴപ്പമില്ല. ഇലക്ട്രോണിക്സ് ആൻഡ് പവർ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ,
ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉള്ളവർക്കും ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻസ്ട്രുമെൻറ്റേഷൻ ആണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ. സിവിൽ ആണെങ്കിൽ സിവിൽ ആൻഡ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. മൈനിങ് ആണെങ്കിൽ മൈനിങ്. ഇതിൽ യോഗ്യത എന്ന് പറയുന്നത് 65% മാർക്കോട് അനുബന്ധ വിഭാഗത്തിൽ BE, BTech, ME ആണ് പറയുന്നത്. ഇതിൽ ഭിന്നശേഷിക്കാർക്ക് 55% അല്ലെങ്കിൽ SC/ST ആണെങ്കിലും 55% മതിയാവും. ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഗേറ്റ് 2024 സ്കോർ കണക്കാക്കാവുന്നതാണ്. പ്രായപരിധി 27 ആണ്. ശമ്പളം വന്നിട്ട് 40,000 തൊട്ടിട്ട് 1,40,000 വരെയാണ് എൻ്റെ ശമ്പളം എന്ന് പറയുന്നത്. ഫീസ് 300 രൂപയാണ്. പട്ടികവിഭാഗം, ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ, സ്ത്രീകൾ എന്നിവർക്ക് ഫീസ് ഇല്ല. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഫീസ് അടയ്ക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് www.ntpc.co.in നോക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പം നമ്മൾ IOCയിലും NTPCയുടെ കാര്യമാണ് പറയുന്നത്. IOCയിൽ 246 നോൺ എക്സിക്യൂട്ടീവ് ഒഴിവും NTPCയിൽ 475 എക്സിക്യൂട്ടീവ് ട്രെയിനികളുടെ ഒഴിവാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ലേൺ എന്നുള്ള ഈ ചാനൽ നോക്കിയാൽ മതി. ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.